അപ്രതീക്ഷിതമായി അടുക്കളയിലുണ്ടായ ഒരു പൊട്ടിത്തെറിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നേരത്തെ നിങ്ങൾ കണ്ടത് ഞാനല്ല, എൻ്റെ മോള് നടത്തിയ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. ഇടയ്ക്ക് ഇതുപോലെ പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ സിമ്പിൾ സ്നാക്കാണ്, ഫ്രീ ആവുമ്പോൾ ഉണ്ടാക്കി നോക്കണമെന്ന് നേരത്തെ തന്നെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഒഴിവ് ദിവസം ഉണ്ടാക്കി നോക്കിയതാണ്. മൈദയും അരിപ്പൊടിയും കോൺഫ്ലോറും ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 50 ml വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സ്നാക്കിൻ്റെ റെസിപ്പിയിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ല കേട്ടോ. ഇത് മോള് നടത്തിയ ചെറിയൊരു പരീക്ഷണമാണ്. ഒരു വലിയ കഷ്ണം സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ചത് തൊലി കളഞ്ഞ കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മാവും സ്വീറ്റ് പൊട്ടാറ്റോവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അല്പം എണ്ണ തൂത്ത് കൊടുത്തിട്ട് മാവ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉരുളകൾ ഓരോന്നായി ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിതാ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ആദ്യത്തെ ബാച്ച് ഇതാ ഈ ഒരു കളറായപ്പോൾ തന്നെ മോള് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ബാച്ച് ഉരുളകൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരാം. ചട്ടകം കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഉരുളകൾ പൊരിച്ചെടുക്കാനായിട്ട്. ഉരുളകൾ ആദ്യം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതും ഒരുപാട് നുരയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇതിപ്പോൾ നുര കുറഞ്ഞിട്ടുണ്ട്. അകത്ത് നന്നായിട്ട് വെന്ത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സെക്കൻഡ് ബാച്ച് ഇട്ട ഉരുളകൾ കറക്റ്റായിട്ട് മോള് വറുത്ത് കോരിയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് കറക്റ്റായിട്ട് കുക്കായിട്ടില്ല എന്ന് മോൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ എണ്ണയിലിട്ടിട്ട് മോള് പൊരിച്ചെടുക്കാൻ നോക്കിയതാണ്. ഇങ്ങനെ രണ്ടാമതും ഒന്നുകൂടെ പൊരിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് നിങ്ങൾ ആദ്യം കണ്ട പൊട്ടിത്തെറി ഉണ്ടായത്. ഫസ്റ്റ് പൊട്ടുമ്പോൾ മോൾ അടുത്തന്നെ ഉണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മോൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊട്ടുന്ന സൗണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് കേട്ടപ്പോൾ ഓടി വന്നപ്പോഴാണ് രണ്ടാമത് ഒന്നുകൂടെ പൊട്ടിയത്. ആദ്യം പൊട്ടിയപ്പോൾ തന്നെ മോള് ചട്ടകമൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂട് മുഴുവൻ പോയതിന് ശേഷമാണ് ആ ഇട്ട ബോൾസൊക്കെ കോരി എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റൗവും കൗണ്ടർ ടോപ്പും മൊത്തം എണ്ണയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഇരട്ടി പണിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫ്ലോപ്പായ റെസിപ്പിയാണെങ്കിലും ചൂടോടുകൂടെ കഴിക്കാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.